നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അവർക്ക് നിങ്ങളോട് പറയാനുള്ള ലവ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ലവ് മെസ്സേജസ് ഫ്രം ദം. ഓക്കെ. കൂടുതൽ പേരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം അവർ പ്രോപ്പർ ടൈം വരുമ്പോൾ നിങ്ങളടുത്ത് പറയാമെന്ന് പറഞ്ഞ് മറച്ചു വെച്ചിരുന്നൊരു കാര്യം നിങ്ങളായിട്ട് തന്നെ എങ്ങനെയോ അറിയാൻ ഇടയായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവരായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിട്ട് അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് റിയാലിറ്റി, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഒരുപാട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മേ ബി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ സെയിം ഫീലിംഗ് ആണുള്ളത്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നവർ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇൻറ്റ്യൂഷണലി പല കാര്യങ്ങളും ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷനിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. മേ ബി അവർ ഹയർ സ്റ്റഡീസിലായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കാം. അവർക്ക് നിങ്ങളിൽ നിന്നും എത്രമാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഒരു നിമിഷം പോലും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാണ്ട് ഇരിക്കുന്നില്ല. അത്രമാത്രം ഒരു ഡീപ്പ് ഫീലിങ്സ് തോന്നുന്ന ഒരു സമയമാണ്. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. മേ ബി അവരുടെ ലൈഫിലുള്ള എല്ലാ വാല്യുബിൾ തിങ്സും അവർ വളരെ നിസ്സാരമായിട്ട് കാണുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ഒരു പ്രതീക്ഷയും ഇല്ല, നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കില്ല എന്ന് പോലും അവർക്ക് തോന്നുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തരാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ ഒരുപാട് തരത്തിൽ അവഗണിച്ചിട്ടുണ്ടായിരിക്കണം. മേ ബി ഈ ഒരു റീസൺ കൊണ്ട് തന്നെ നിങ്ങളായിട്ട് ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ബർഡൻ ആയിട്ട് തോന്നുകയാണ്. നിങ്ങളില്ലാണ്ട് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. അത്രമാത്രം ഒരു ട്രബിളിങ് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് എന്ന് കാണുന്നു. പക്ഷെ ഒരുപാട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ നിങ്ങളോടൊന്നും കാര്യങ്ങളൊന്നും പറയാൻ കഴിയാതെ പോയതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സമയത്ത് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട്. നിങ്ങൾക്കായിട്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് അവരോട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയാം, അത്രമാത്രം അവർ സങ്കടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ. അതിന് ഒരു എൻഡ് ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വീണ്ടും പുതുതായിട്ട് ആരംഭിക്കണം.
ഒരു റീസ്റ്റാർട്ട്, ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ യെസ്, മാനിഫെസ്റ്റിംഗ്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയുടെ മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഈ വ്യക്തിയുടെ ചിന്തകളുടെ, ഓർമ്മകളുടെ എല്ലാ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫുൾ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, യെസ്, അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അവർക്ക് ഈ ഒരു സമയത്ത് ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്, മറ്റൊരു വ്യക്തിയുടെ ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അത്രമാത്രം അവർക്ക് എന്താണ് തീരുമാനിക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. അവരുടെ ഭാഗത്ത് കൊണ്ടുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷെ എങ്ങനെയാണ് നിങ്ങളെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത്? നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അത്രമാത്രം ഒരു സെപ്പറേഷൻ. യെസ്, മേ ബി അവർ ഒരു മെറ്റീരിയൽ ഹാർവെസ്റ്റ്, അതായത് അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സെറ്റിൽ ചെയ്യണമായിരുന്നു. ഒരു ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് അവർക്ക് നിങ്ങളോട് അന്നേരം അത് ഹൈഡ് ചെയ്യണമെന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഒരു പ്രോപ്പർ ടൈം വരുമ്പോൾ നിങ്ങളോട് ആ കാര്യം തുറന്നു പറയാമെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല. അവർക്ക് അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അവർ നേടണം എന്ന് ആഗ്രഹിച്ച കാര്യം അവർക്ക് അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തു. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ള ഒരു ലോസ്. അവർ നേടിയെടുത്ത കാര്യങ്ങളിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ അവരോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് യു ടു ലെറ്റ് യു ഗോ ഫ്രം മീ, ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവർക്ക് ആ ഒരു കാര്യം അവർക്ക് അനുവദിക്കാൻ കഴിയില്ല. അവർക്ക് നിങ്ങളില്ലാണ്ട് മുന്നോട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവർക്ക് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. You still hold the key to my heart. I love you so very much. Love you a lot. ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അല്ലേ? യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട് അല്ലേ? നിങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നമ്മൾ ഒരുമിച്ചുണ്ടാകുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും അവർക്ക് ആ ഒരു റിയൂണിയൻ ആണ് അവരുടെ മനസ്സിലുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്.